ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയുടെ ടീമിലേക്ക് രേവതിയെയും വർഷയെയും ശ്രുതിയെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയുടെ ടീമിലേക്ക് 3 ആൺമക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര തൻ്റെ പ്രിയപ്പെട്ട മക്കളായ ശ്രീകാന്തിനെയും ശ്രുതിയെ നോക്കുന്നുണ്ട്. അതിനുശേഷം സച്ചിൻ നോക്കിയിട്ട് പറയുകയാണ്, ഇവനുള്ള ടീമിൽ കളിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. സച്ചിൻ പറയുകയാണ് കേട്ടോ, അയ്യോ ഈ ടീം എനിക്ക് വേണ്ട, എനിക്ക് അച്ഛൻ്റെ ടീം മതി എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛമ്മ സച്ചിയെ പിടിച്ചു നിന്നിട്ട് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? നീ ചന്ദ്രയുടെ ടീമിൽ തന്നെയായിരിക്കും. എന്താ ചന്ദ്ര ഇവൻ നിന്റെ ടീമിൽ നിന്നാൽ കുഴപ്പം എന്നൊക്കെ അച്ഛമ്മ ചോദിക്കാറ്. വേഗം തന്നെ ചന്ദ്ര പറയും, എനിക്ക് വേണ്ട, എനിക്കിതേ അവരിൽ നിന്ന് ശ്രുതിയോ അല്ലെങ്കിൽ വർഷയോ ആരെങ്കിലും ഒരാളെ തന്നാൽ മതിയെന്ന് പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് അച്ഛമ്മ വീണ്ടും പറയാണ്, വലിയ പെരുമയോട് കൂടിയിട്ട് 3 ആൺമക്കളെ പെറ്റു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ 3 ആൺമക്കളെ ചേർത്ത് നിർത്തി ഗെയിം കളിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും രവിയും ഇതേ രീതിയിൽ സംസാരിക്കാൻ അവസാനം അച്ഛമ്മയുടെ തീരുമാനത്തിന് നമ്മുടെ ചന്ദ്ര അംഗീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉറിയടി മത്സരം തുടങ്ങുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു മോളിൽ കെട്ടിയിരിക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുകയാണ്, ഇതെന്താ കുടം മോളിൽ കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ, വർഷയെ ഇതാണ് മത്സരം, ഈ ഉറി നമ്മൾ പൊട്ടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താ എത്ര പാട്, ഞാൻ എറിഞ്ഞ് പൊട്ടിച്ച് കാണിച്ചു തരാമല്ലോ എന്ന് നിലത്തുന്നത് കല്ല് പറക്കുന്ന സമയത്ത് വേഗം തന്നെ വർഷയെ തടഞ്ഞതിന് ശേഷം ഉറിയടി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മത്സരം തുടങ്ങുന്ന സമയത്ത് ആദ്യമേ തന്നെ ചന്ദ്രയുടെ ടീമിൽ നിന്ന് വരുന്നത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി വന്ന് അച്ഛമ്മയുടെ കാലൊക്കെ തൊട്ട് വന്നിച്ചതിന് ശേഷം ഉറി അടിക്കാൻ ഡയറക്റ്റ് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി വരുന്ന പറയും, എടാ അങ്ങനെയല്ലടാ, പഠിച്ചുകൊണ്ട് മാത്രമായില്ല, കുറച്ച് നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണം, നിന്റെ കണ്ണ് കെട്ടിയിട്ടാണ് ഉറി അടിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അയ്യോ കണ്ണ് കെട്ടിയിട്ട് ഉറി അടിക്കാനോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഗെയിം കാണാനായിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിൽ ഒരാൾ വന്ന് നമ്മുടെ ശ്രുതിയുടെ കണ്ണ് കെട്ടി നല്ല രീതിയിൽ തന്നെ കറക്കിയിട്ടാണ് കേട്ടോ ശ്രുതിനെ ഉറി അടിക്കാനായിട്ട് വിടുന്നത്. ശ്രുതി ഉറി അടിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കാനും കൂട്ടത്തിൽ ശ്രുതിയും. ഇത് കാണുമ്പോഴത്തേ വർഷ പറയാണ്, ശ്രുതി ചേച്ചി എന്തിനാ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് നമ്മുടെ ടീമില്ല, എതിർ ടീമാണ്, അവർ ജയിക്കുകയല്ലേ തോക്കുകയല്ലേ വേണ്ടത്, അത് സച്ചിയുടെ ടീമാണെന്നൊക്കെ നമ്മുടെ വർഷ പറയുമ്പോഴത്തേക്കും, എന്നാലും അങ്ങനെയല്ലല്ലോ ശ്രുതി, അവൻ പാവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട 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 പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ടായിരുന്നു നമ്മുടെ വർഷ പറയട്ടോ. അങ്ങനെ കുറേ തവണ പരിശ്രമിച്ചതിന് ശേഷം പരാജയപ്പെടുകയാണ്. പിന്നീട് വരുന്നത് രവിയുടെ ടീമിൽ നിന്ന് ശ്രുതിയാണ് കേട്ടോ. ശ്രുതി വന്നതിന് ശേഷം ഇതുപോലെ തന്നെ കണ്ണൊക്കെ കെട്ടി കറക്കി ശ്രുതിനെ വിടുകയാണ്. ശ്രുതിക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് നാട്ടുകാരിടക്കേട്ട് വരെ ശ്രുതി കോല് വെച്ച് അടിച്ചടിച്ച് ചെല്ലുകയാണ്. അങ്ങോട്ടേക്കല്ല ശ്രുതി നേരെ തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അവസാനം നമ്മുടെ ശ്രുതി ഉറി അടിച്ച് വരയും കഴിഞ്ഞു പോയി നമ്മൾ വന്ന വഴിക്ക് തന്നെ നടന്നവൻ അടിച്ചടിച്ച് പോവാട്ടെ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ശ്രുതി ഇതേ നിന്റെ ഭാര്യ മലേഷ്യക്ക് തിരിച്ചു പോവാണെന്ന് തോന്നുന്നു, വേഗം ചെന്ന് വിളിക്കാൻ പറയാട്ടോ. ഈ ഒരു സമയത്ത് വർഷ വേഗം ചെന്ന് ശ്രുതിയെ തിരിച്ചു വിളിച്ചിട്ട്, ചേച്ചി ഇത് എങ്ങോട്ടേ പോകുന്നത്, ലൈനും കഴിഞ്ഞു പോയി, നമ്മൾ കളിക്കുന്നിടത്തേ അല്ല എന്ന് പറയാം കേട്ടോ. ചമ്മലോട് കൂടി തന്നെ കെട്ടഴിച്ച് ശ്രുതി വീണ്ടും കളിക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. പിന്നീട് കളിക്കാനിറങ്ങുന്ന ശ്രീകാന്താണ്. ശ്രീകാന്ത് കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഏത് രീതിക്കാണ് ശ്രുതിനെ പ്രോത്സാഹിപ്പിച്ചത് അതേ രീതിക്ക് തന്നെ വർഷ കളിക്ക് ശ്രീകാന്ത് നിന്നെക്കൊണ്ട് സാധിക്കും, നീ അങ്ങോട്ടല്ല ഇടത്തേക്ക് വലത്തോട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ശ്രുതി വേഗം വർഷോട് ചോദിക്കുന്നുണ്ട്, ആഹാ ഞാൻ പറഞ്ഞപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ നീ ഇപ്പം എന്താ ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തില്ല, ജസ്റ്റ് അവൻ എൻ്റെ ഭർത്താവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തു എന്നുള്ളൂ എന്ന് പറയണ്ടേ, ഇത് തന്നെ ഞാൻ ചെയ്തതെന്ന് ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറയുമ്പോഴത്തേക്കും മതി ഇപ്പം എന്തായാലും ഗെയിം നടക്കട്ടെ എന്ന് നമ്മുടെ വർഷ പറയാണ്. അങ്ങനെ ഉറിയടിയിൽ ശ്രീകാന്തും പരാജയപ്പെടും കേട്ടോ. അതിനുശേഷം ഇറങ്ങുന്നത് വർഷയാണ്. വർഷ ഉറിയടിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ അളന്നൊക്കെ വെക്കുന്നുണ്ട്, കാലുകൊണ്ട് നടന്നു നോക്കൂ, എന്തോരം ഹൈറ്റിൽ കോല് പൊക്കി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുകയാണ്. എന്നാൽ വർഷയ്ക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഉറിയിലെത്തുന്നില്ല, ചാടി അടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വർഷയുടെ കണ്ണൊക്കെ കെട്ടി വർഷേനെ ഉറി അടിക്കുന്ന സ്ഥലത്തേക്ക് കറക്കി വിടുമ്പോഴത്തേക്ക് പലയിടങ്ങളിൽ അടിച്ചിട്ടും വർഷയ്ക്ക് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും വർഷയ്ക്ക് ഉറിയിലൊന്ന് കൈ തൊടാൻ പോലും പറ്റുന്നില്ല, ഹൈറ്റില്ലാത്തതാണ്. ഈ ഒരു സമയത്ത് രേവതി വേഗം വന്ന് വർഷയെ എടുത്തു പൊക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് സച്ചി പറയും, അച്ഛമ്മ ഇത് പാടില്ല എന്നും പറ, ഗെയിം ഇങ്ങനെയല്ല കളിക്കണമെന്ന് നിനക്കറിയാലോ, പിന്നെ നീ അവളെ എടുത്ത് പൊക്കിയെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോഴത്തേക്കും, അല്ല അച്ഛമ്മ വർഷയ്ക്ക് പൊക്കക്കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, അവക്കളെ നാക്കിന് ഇത്രയും നീളമുണ്ടല്ലോ, അപ്പോൾ ആ നാക്കിൻ്റെ പകുതി നീട്ടെടുത്ത് അല്ലെങ്കിൽ അവളോട് എടുത്ത് ചാടാൻ പറ എന്നൊക്കെ സച്ചി പറയാണ്. അപ്പോൾ സച്ചിയുടെ വർത്താനം കേൾക്കുമ്പോഴത്തേക്കും വർഷയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം രേവതി പഴയ സ്ഥാനത്ത് തന്നെ പോയി നിൽക്കും. വർഷയ്ക്കാണെങ്കിൽ ഒന്നും ഉറിയിൽ പോലും തൊടാൻ പറ്റുന്നില്ല, ആ ഗെയിമിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നീട് കളിക്കാൻ ഇറങ്ങുന്നത് രേവതിയാണ് കേട്ടോ. രേവതിനോടായിട്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി നമ്മുടെ ടീമിൽ നിന്ന് രേവതി ചേച്ചിയേ ഉള്ളൂ, എന്തായാലും ജയിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് രേവതിനെ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം രേവതിനെ ഇതുപോലെ തന്നെ കണ്ണൊക്കെ കെട്ടി കറക്കി വിടുന്ന സമയത്ത് രേവതി അടിച്ചടിച്ച് ഏറ്റവും അവസാനം അടിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ തലക്കെട്ടാണ്. വേഗത്തിന് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ ഈ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രയും ഇതേ രീതിയിൽ തന്നെ രേവതിയെ വഴക്ക് പറയണ്ട, എന്നാലും രേവതി പറയുന്നത് അല്ല അമ്മേ കണ്ണ് കെട്ടിയോണ്ട് അറിയാതെ ചെയ്തതാണെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, രേവതി ഒന്നായിട്ട് കൊടുത്തത് നിനക്ക് 2 കൊടുക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുകയാണ്.
അങ്ങനെ ഈ ഒരു ഗെയിമിൽ നിന്ന് രേവതിയും ഔട്ടാവുകയാണ് കേട്ടോ. പിന്നീട് വരുന്ന സച്ചിയാണ്. സച്ചി വരുന്ന കാണുമ്പോൾ അച്ഛമ്മ പറയാണ് എന്തായാലും സച്ചി മോൻ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അവന് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചി നമ്മുടെ സ്റ്റൈലൊക്കെ നടന്നു വരികയും കോലൊക്കെ ഇട്ട് കറക്കൊക്കെ ചെയ്യുന്നതിന് അതിനുശേഷം കണ്ണുപൊത്തി ഉറിയടിക്കുന്നവർ ചെല്ലുന്ന സമയത്ത് നമ്മുടെ വർഷയും ശ്രുതിയും എല്ലാം തന്നെ ആകാംക്ഷയോടെ നോക്കി നിൽക്കണം. കാരണം ഇവരുടെ ആഗ്രഹം എന്നത് നമ്മുടെ സച്ചി ജയിക്കുന്നതെന്നാണല്ലോ. അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുകയാണ്. അവസാനം ആ ഉറി അടിച്ചു പൊട്ടിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും എല്ലാവരും ഓടിന്ന് സച്ചിയെ ഉയർത്തിപ്പിടിക്കുകയാണ്. സച്ചി വേഗം ചന്ദ്രയെ നോക്കുകയാണ്. സച്ചി ജയിച്ചത് കൊണ്ട് തന്നെ ചന്ദ്രയുടെ മുഖത്ത് അത്ര നല്ല തെളിച്ചൊന്നുമില്ല കേട്ടോ. എന്നിരുന്നാൽ സച്ചി പറയുകയാണ്, എടാ എന്നെല്ലാം എടുത്ത് പൊക്കേണ്ടത്, നമ്മുടെ ഗെയിമിന്റെ തലവനെയാണ് എടുത്ത് പൊക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സച്ചിയും ശ്രീകാന്തും ശ്രുതിയും കൂടി ചന്ദ്രയെ എടുത്ത് പൊക്കാണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും അച്ചമ്മയ്ക്കും രവിക്കും അതുപോലെ തന്നെ രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല 3 മക്കളെയും ഒരേ രീതിക്ക് സ്നേഹത്തോടുകൂടി തന്നെ നമ്മുടെ ചന്ദ്രൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സച്ചിയോട് ഒരു പ്രത്യേക സ്നേഹത്തോട് കൂടിയിട്ടും ചന്ദ്രൻ നോക്കുന്നൊക്കെയാണ് കേട്ടോ. പിന്നീട് നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞ് ടയർ ഉരുട്ടി അപ്പുറത്തെ ലൈൻ ക്രോസ് ചെയ്ത് ചെല്ലണം, ആ ഒരു മത്സരമാണ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിയെ രൂക്ഷമായി തന്നെ ശ്രുതി നോക്കുന്നുണ്ട്. കാരണം ആ ഒരു മത്സരത്തിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും രേവതിയെ താൻ തോൽപ്പിക്കും എന്ന രീതിക്ക് ശ്രുതി രേവതിയെ നോക്കട്ടെ. രേവതി ഇതൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. രേവതി ആ ഗെയിം ആസ്വദിച്ച് തന്നെ കളിക്കുകയാണ്. അങ്ങനെ ടയർ ഇട്ടുന്ന മത്സരം തുടങ്ങി ആദ്യമേ തന്നെ ഔട്ടാകുന്നത് ശ്രുതിയാണ്. ശ്രുതിക്ക് പിന്നാലെ ശ്രുതിയും വർഷയും ശ്രീകാന്ത് ഔട്ടാവുകയാണ്. സച്ചിൻ രേവതിയും ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ മുന്നോട്ട് ടയർ ഉറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അച്ചമ്മയും രവിയും എല്ലാവരും തന്നെ ആരായിരിക്കും ജയിക്കുക എന്നുള്ള ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സിറകടിക്ക് മസാല ഭാഗമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.